ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസിറ്റ് ആണെങ്കിലും ഫാമിലി പെർമനൻറ്റ് റെസിഡൻസ് വിസക്കാണെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. നമ്മൾ പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കാര്യം, അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ അവരോടൊക്കെ പറയൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണമെന്ന് തന്നെയാണ്. മിനിസ്ട്രിയുടെ നിലവിലുള്ള ഇൻസ്ട്രക്ഷൻ അങ്ങനെ തന്നെയാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒക്കെ അറ്റസ്റ്റ് ചെയ്തിരിക്കണമെന്ന് നമ്മുടെ നാട്ടിലെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, എംബസി അങ്ങനെ ഇത് അപ്രൂവ്ഡ് ഇത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ അറ്റസ്റ്റ് ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് മിനിസ്ട്രിയുടെ നിർദ്ദേശം ഉള്ളത്. പക്ഷേ ഈ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് അറ്റസ്റ്റ് ചെയ്യാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിനൊക്കെ ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ അറ്റസ്റ്റ് ചെയ്യാതെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സും എംബസിയൊക്കെ അറ്റസ്റ്റ് ചെയ്യാതെ അവർ നേരിട്ട് അത് അപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് ഫാമിലി റെസിഡൻസ് വിസ അപ്രൂവലായി എന്ന് പറഞ്ഞിട്ടാണ് ഈ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് ഫാമിലി വിസിറ്റ് ആണെങ്കിലും റെസിഡൻസ് വിസൊക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് അറ്റസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയും ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, മിനിസ്ട്രിയുടെ നിർദ്ദേശമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിലവിൽ ഉള്ള മിനിസ്ട്രിയുടെ നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറ്റസ്റ്റ് ചെയ്യാതെ തന്നെ സബ്മിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും അപ്രൂവൽ ആയേക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഒന്നുമില്ല, അറ്റസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു ഒഫീഷ്യൽ ഇൻഫർമേഷനൊന്നും MOയുടെ മിനിസ്ട്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അറ്റസ്റ്റ് ചെയ്യാതെ ചില ആളുകൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർക്ക് അപ്രൂവലായി എന്നുള്ളതൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.